ബിഗ് ബോസ് മലയാളം സീസൺ 7 റിവ്യൂയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും വിജയദശമി ആശംസകൾ. ഇന്നലത്തെ എപ്പിസോഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. അനുമോളെ കൊണ്ട് അനീഷ് വിളിക്കുന്നു. അനീഷ് എന്നിട്ട് അനുമോളോട് പറയാണ് കിച്ചണിൽ കുക്ക് ചെയ്യണം, ഉപ്മാവ് ഉണ്ടാക്കണം, അനുമോളൊന്ന് വരുവാൻ പറ്റുമോ എന്നുള്ള രീതിക്ക് ചോദിക്കുന്നു. അനുമോൾ പറയുന്നു, എനിക്കിപ്പോൾ വരാൻ പറ്റില്ല, ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ടേ വരുള്ളൂ. അവിടെ വന്നിട്ട് ഒനിയിലുണ്ടല്ലോ, ഞാൻ ഒനിയിൽ ചെയ്യുമല്ലോ എന്നുള്ളത് പറയണു. ഒനിയിൽ അവിടെ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിക്കുന്നത്, വരൂ പറഞ്ഞിട്ട് അനീഷ് അങ്ങനെയാണല്ലോ പറയുക. അപ്പോൾ അനുമോൾ പറഞ്ഞു, ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് പറയണു. അവിടെ പോണു. കിച്ചണിൽ പോയിട്ട് ഹനീഷും അക്ബറും ഇവർക്കൊന്നും കുക്ക് ചെയ്യാൻ അറിയില്ല അത്ര. അപ്പോൾ ഇവർ കുറച്ചൊരു പാത്രത്തിൽ വെള്ളവും വെച്ചിട്ടിരിക്കുന്നുണ്ടായിരുന്നു. ഒനിയിലെന്തോ വെള്ളം കുറച്ച് തിളപ്പിക്കുന്നെന്തോ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവിടെ വെള്ളവും വെച്ചിട്ട് തിളപ്പിച്ചിട്ടിരിക്കുന്നു. പിന്നെ അനുമോൾ പോകുമ്പോഴേക്കും അനുമോൾ പോയിട്ട് അവിടെ പോയി കുക്ക് ചെയ്യുന്നു. കുക്കിങ്ങൊക്കെ ഉപ്മാവൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അനുമോൾ നന്നായിട്ട് കുക്ക് ചെയ്യും അത്ര. ഒനിയിൽ ബാത്റൂമിലായിരുന്നുകൊണ്ട് ഒനിയിലും വന്നില്ല. അനുമോളാണ് പിന്നീട് വന്നിട്ട് കുക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ എന്താണ് നമ്മുടെ അനീഷും അക്ബറും പറയുന്നു, ഞങ്ങൾക്ക് ഈ കുക്കിംഗ് ഒന്നും അറിയില്ല, നിങ്ങൾ എങ്ങനെയാണെന്ന് പറഞ്ഞു വെച്ചാൽ ഞങ്ങൾ ചെയ്യായിരുന്നു എന്ന് പറഞ്ഞു. അതിന് ഉപ്മാവ് ഉണ്ടാക്കാൻ ഫസ്റ്റ് വെള്ളമാണോ ഒഴിക്കുന്നത് എന്ന് ചോദിച്ചിട്ടാണ് അനുമോൾ അവിടെ കുക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. കുക്ക് ചെയ്തു. പിന്നെ വന്നിട്ട് എന്താണ് അനീഷിനോട് ജിസയിൽ പറയണു, എൻ്റെ അമ്മ വരും, അമ്മ വന്നു പറഞ്ഞാൽ എന്നെക്കുറിച്ചിട്ട് എന്നെ ചീത്ത പറയും, വഴക്കുണ്ടാക്കും എന്നുള്ളതിൽ പറയണു. കാരണം ഇവിടെ ഒരു ജിസയിൽ ആരും തമ്മിലിട്ട് ഒരു കോൺട്രവേഴ്സി ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ അത് മനസ്സിൻ്റെ ഉള്ളിൽ വിചാരിച്ചിട്ട് അനീഷിനോട് പറയുന്നു. അപ്പോൾ അനീഷ് പറഞ്ഞു, നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് ഇപ്പം നിങ്ങൾ ഇത്ര പേടിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അനീഷ് പറയുന്നുണ്ട്. പക്ഷേ ജിസയിലിന് അമ്മ വരുന്നു പറഞ്ഞപ്പോൾ നല്ല പേടിയൊക്കെ കാണുന്നുണ്ട്. ബിന്നിയും ഷാനവാസും ഒരേ വഴക്ക്. ഷാനവാസ് എന്താണെന്ന് അറിയില്ല. ഷാനവാസിൻ്റെ ഫാമിലി വന്ന് പോയതോട് കൂടിയിട്ട് ഷാനവാസ് എന്തെടുത്താലും ഭയങ്കരമായിട്ടൊരു അവിടെ വഴക്കുണ്ടാക്കുക, പ്രശ്നം ഉണ്ടാക്കുക ഒക്കെ ചെയ്യുന്നു. എല്ലാവരും ഫാമിലി വന്നിട്ട് പോയി ഇവന് സന്തോഷമല്ലേ ഉണ്ടാവുക. സന്തോഷം തന്നെയാണ്. പക്ഷേ ഷാനവാസ് എന്തെടുത്താലും ഓവറായിട്ട് കുറച്ച് ആറ്റിറ്റ്യൂഡൊക്കെ ഭയങ്കര ഓവറായിട്ട് കാട്ടുന്ന മാതിരി ഉണ്ടായിരുന്നു. പിന്നെ ജിസയിൽ, ആര്യൻ, അനുമോൾ ഇവർ ഫാമിലിയാണ് വരുന്നതെന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു. ഈ 3 പേരുടെ ഫാമിലിയും വരുമെന്ന് പറഞ്ഞിട്ട് ഇപ്രാവശ്യത്തെ ടാസ്ക് മാറ്റി പിടിക്കുകയാണെന്നും പറഞ്ഞു. എന്താ ടാസ്ക് എന്ന് വെച്ച് പറഞ്ഞാൽ പാരൻസ് വരുമ്പോഴേക്കും എല്ലാവരും അവിടെ പോയി ടാസ്ക് ചെയ്യണമല്ലോ. അപ്പോൾ ഇപ്രാവശ്യം വന്നിട്ട് പാരൻസ് വന്നതുമേ പാരൻസിനെ കണ്ടത് വഴിക്ക് പോയി ചെയ്യണം. അങ്ങോട്ട് മാറി പാരൻസിനെ കാണാം, നമ്മൾ കണ്ടതുമേ ഒന്നും സംസാരിക്കാൻ പറ്റില്ല, പോയിട്ട് ഇവർക്ക് പോയി ടാസ്ക് ചെയ്യണം. ഇതായിരുന്നു ബിഗ് ബോസ് മാറ്റി പിടിച്ചത്. അപ്പോൾ പാരൻസ് വന്നു. ആദ്യം വന്നത് ജിസയിലിൻ്റെ അമ്മയാണ് ആദ്യം വന്നതും ആരെയും പോയിട്ട് ജിസയിലിൻ്റെ അമ്മയുടെ കാലിൽ തൊടുന്നുണ്ടായിരുന്നു. ജിസയിലിൻ്റെ അമ്മ ശ്രദ്ധിക്കാണ്ട് മിണ്ടാണ്ട് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ജിസയിൽ പോയി ടാസ്ക് ചെയ്യാൻ പോയി. ജിസയിലിൻ്റെ ടാസ്ക് വന്നിട്ട് പിരമിഡ് പോലെ ഇത് വെക്കണം. 5 4 3 2 1 അങ്ങനെ അതാണ് ഇത് ക്ലാസ് പോലെ ഉണ്ടാവും. അതിൽ മേലെ വെക്കണം. അത് കറക്റ്റായിട്ട് ജിസയിൽ ചെയ്തു. നമുക്ക് കാണുമ്പോൾ അത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്, അതിലൊരു ഹുക്ക് പോലെയൊക്കെ ഉണ്ട്, അത് അവരും കൂടി ചെയ്യാൻ പറ്റും എന്നുള്ളത് വിചാരിച്ചില്ല. പിന്നെ ജിസയിൽ നന്നായിട്ട് അത് ചെയ്തു. പിന്നെ ബിഗ് ബോസ് നിങ്ങളുടെ ടാസ്ക് ഫിനിഷ് ചെയ്താൽ മാത്രമേ ഫിനിഷ് ചെയ്യണം, ഫിനിഷ് ചെയ്തിട്ടില്ല എങ്കിൽ പാരൻസ് തിരിച്ചു പോകും, നിങ്ങൾക്ക് പാരൻസിനെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം ബിഗ് ബോസ് പറയുന്നുണ്ടായിരുന്നു. പിന്നെ ജിസയിലിൻ്റെ അമ്മയോട് ജിസയിൽ വന്നിട്ട് പറയുകയാണ്, എന്താ മമ്മി, ആരെയും നിങ്ങളുടെ കാല് തൊട്ടുമല്ലോ വന്നതുമേ. ഇവർ ഈ ഹിന്ദിക്കാരെങ്ങനെയാണല്ലോ, ഫസ്റ്റ് കണ്ടതുമേ വലിയ ആൾക്കാരനെ, വയസ്സായവരെ കാണുമ്പോൾ വലിയ ആൾക്കാരനെ കാണുമ്പോൾ അവർ പോയി കാല് തൊടുമല്ലോ, ഇവർക്ക് അതൊരു ആചാരമാണല്ലോ. അതേപോലെ ആരെയും വന്നതുമേ ജിസയിലിൻ്റെ അമ്മയോട് കാല് തൊട്ടുമല്ലോ, മമ്മി എന്താ ശ്രദ്ധിച്ചില്ല എന്നുള്ള രീതിക്ക് ചോദിക്കുന്നു. അപ്പോൾ മമ്മി പറയുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല മോളെ, ഞാൻ കണ്ടില്ല എന്ന് പറയുന്നു. മമ്മിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് നമുക്കവിടെ കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത്. മമ്മി വേണം വെച്ച് ചെയ്ത മാതിരിയാണ്. അതോ ചില സമയത്ത് ഒരു ഏജ് ആയില്ലേ, പെട്ടെന്നുള്ള ടെൻഷൻ കൊണ്ടാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഞാൻ കണ്ടില്ല മോളെ എന്ന് പറയുന്നു. അപ്പോൾ മമ്മി എന്ത് തന്നെയാണെങ്കിലും ആര്യനോട് സംസാരിക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു ജിസയിൽ. പിന്നെ ജിസയിൽ പറയുന്നു, എന്തുകൊണ്ടാണ് എൻ്റെ മേക്കപ്പ് സാധനങ്ങളൊന്നും കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നു. അപ്പം മേക്കപ്പ് സാധനമൊക്കെ അന്നേ ഒരു ബോക്സ് അങ്ങോട്ട് ബോംബെക്ക് അയച്ചുമല്ലോ. അപ്പോൾ ബോംബെയിലാണുള്ളത്, ഞാൻ 1 മാസമായിട്ട് കേരളത്തായിരിക്കുന്നത് എന്ന് പറയണു. അപ്പോൾ പറയണു, എന്തിന് കേരളത്തിരിക്കുന്നത്, പോയി ബോംബെ പോയിക്കൂടെ, എന്നിട്ട് വരുന്ന സമയത്ത് എൻ്റെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നൂടെ, എനിക്ക് മേക്കപ്പ് ചെയ്യാനും ഒന്നിനും ഒരു സാധനം ഇല്ലാണ്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത് എന്ന് പറയുന്നു. പിന്നെ ജിസയിലിൻ്റെ അമ്മ വന്നതുമേ പറഞ്ഞു ജിസയിലിനോട്, മോൾ കളിക്കുന്നത് പോരാ എന്നുള്ള രീതിക്ക് ജിസയിലിനോട് പറഞ്ഞു. അമ്മയ്ക്ക് അത്ര ഒരു ഇതുണ്ടായിരുന്നില്ല, വിഷമം പോലെ ഉണ്ടായിരുന്നു. ആ അമ്മയെ കാണുമ്പോൾ ഉള്ള ഒരു ഫീലിംഗ് നമുക്ക് കാണുമ്പോൾ കുറച്ചൊരു വിഷമം പോലെ ഉണ്ടായിരുന്നു. ജിസയിലാണെങ്കിൽ കുട്ടികളെ പോലെ അടം പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. മോളെ നന്നായി കളിക്കുന്നു പറഞ്ഞിട്ട്
പറയുന്നുണ്ടായിരുന്നു. പിന്നെ ആര്യൻ്റെ അമ്മ വന്നു. ആര്യനോട് ഫസ്റ്റ് ബിഗ് ബോസ് വിളിച്ചിട്ട് കൺഫെക്ഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് ചോദിക്കുന്നു, നിങ്ങളുടെ ആരാ വരുന്നത് എന്നുള്ളത് നിങ്ങൾക്കൊരു ഊഹം പറയാൻ പറ്റുമോ ചോദിക്കുന്നു. അപ്പോൾ ആര്യം പറയണു, എൻ്റെ മമ്മിയും പപ്പയായിരിക്കും വരാൻ ചാൻസ് എന്നുള്ള രീതിക്ക് പറയണു. പക്ഷെ വന്നത് ആര്യൻ്റെ അമ്മയും ബ്രദറുമാണ് വന്നു. നല്ല കൂളായ അമ്മ വന്ന വഴിക്ക് അതിലെ നൂറെ പോയി കെട്ടിപ്പിടിക്കുന്നു. ഞാൻ നിങ്ങൾ ദത്തെടുക്കാൻ പോവുകയാണ്, എനിക്ക് നിങ്ങൾ അത്ര ഇഷ്ടമാണ്, നിങ്ങൾ എൻ്റെ വീട്ടിൽ വരണം എന്നുള്ള രീതിക്ക് അങ്ങോട്ട് അവർ രണ്ടുപേരും പോയിട്ട് അങ്ങോട്ട് കെട്ടിപ്പിടിക്കുന്നു ആര്യൻ്റെ അമ്മ. അവർക്കും ഭയങ്കര സന്തോഷമായി. കാരണം പാരൻസൊക്കെ വരുന്ന സമയത്ത് ഇവർ രണ്ടുപേരിനെയും ഇവരുടെ പാരൻസേ വരുന്ന പാരൻസൊക്കെ ഇവർ നന്നായി കെയർ ചെയ്യുമ്പോൾ ആർക്കാണെങ്കിലും അത് സന്തോഷം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവർ എന്നിട്ട് തനിയെ പറയണുണ്ടായിരുന്നു, നമ്മുടെ പാരൻസ് വന്നില്ലെങ്കിൽ പോലും നമുക്ക് ആ പാരൻസ് വരാത്ത ഫീലിങ്സ് അവിടെ തോന്നുന്നില്ല, എല്ലാ പാരൻസും നമ്മളെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള രീതിക്ക് ഇവർ രണ്ടുപേരും നന്നായി സംസാരിക്കുന്നുണ്ടായിരുന്നു. ആര്യൻ്റെ അമ്മ വന്നതുമേ ആര്യനോട് നിൻ്റെ ഡ്രോ ഒന്ന് തുറക്കുമെന്ന് പറയണു. അതിൽ നോക്കണം ജിസൈലിൻ്റെ ഡ്രസ്സുകളൊക്കെ അതിലുണ്ട്, മടക്കി വെച്ചിട്ടുണ്ട് ആര്യൻ്റെ ഡ്രോയിൽ. ആര്യൻ്റെ അമ്മ ജിസൈലിനോടും ഇവരോടും പറഞ്ഞു, നിങ്ങൾ തനിയെ ബെഡിൽ കിടക്കുമോ, ഒന്നിച്ചിട്ട് നിങ്ങൾ കിടക്കണ്ട എന്നുള്ള രീതിക്ക് സംസാരിക്കുന്നുണ്ടായിരുന്നു. നല്ല കൂളായ അമ്മ, നന്നായി ബിഹേവ് ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാവരോടും നന്നായിട്ട് കളകളാതെ സംസാരിക്കുന്നു, എല്ലാവരോടും നന്നായി പെരുമാറുന്നുണ്ടായിരുന്നു. പിന്നെ ഇവരോടും നല്ല കൂളായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും വീട്ടിൽ വരണം എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ടായിരുന്നു. പറഞ്ഞു തനിച്ച് ബെഡിൽ കിടക്കണം, ഒന്നിച്ച് കിടക്കരുതെന്ന് പ്രത്യേകം അവരോട് വാൺ ചെയ്തിട്ടാണ് ആര്യൻ്റെ അമ്മയും പോയത്. ബ്രദറും ഒക്കെ നന്നായിരുന്നു. പിന്നെ ആര്യൻ്റെ ടാസ്ക് വന്നിട്ട് ബിസ്ക്കറ്റ് ഇങ്ങനെ മുഖത്ത് വെച്ചിട്ട് ഇങ്ങനെ ആക്കി വായിലിങ്ങനെ ആ ബിസ്ക്കറ്റിനെ കൊണ്ടുവന്ന് വായിൽ കൈ തൊടാനേ പാടില്ല, അങ്ങനെ കഴിക്കണം. 1-2 താഴെ വീണ്ടായിരുന്നു. വീണ്ടും എടുത്തിട്ട് ആ ടാസ്ക് കറക്റ്റായിട്ട് നന്നായിട്ട് ആര്യം ചെയ്തു. പിന്നെ അനുമോളുടെ ഫാമിലി വന്നു. അനുമോളുടെ അമ്മയും ചേച്ചിയാണ് വന്നത്. കുഴപ്പമില്ല, നന്നായിട്ട് അവർ ബിഹേവ് ചെയ്യുന്നുണ്ടായിരുന്നു. ആര്യം വന്നിട്ട് അനുമോളുടെ അമ്മയോട് പറഞ്ഞു, ഞാൻ അനുമോളോട് കുറച്ച് കുറുമ്പൊക്കെ കാണിക്കുന്നുണ്ട് അമ്മ എന്നുള്ള രീതിക്ക് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അനുമോളുടെ അമ്മ നല്ല കൂളായിട്ട് എടുക്കുന്നു. ഒന്നും കുഴപ്പമില്ല മോനെ, ഇതൊക്കെ ഒരു ടാസ്ക്കായിട്ടല്ലേ കാണുന്നത്, ഇതിലൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞു. എനിക്ക് അനുമോളെ ഭയങ്കര ഇഷ്ടമാണെന്നുള്ള രീതിക്കുമൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു ആര്യൻ. പിന്നെ അവിടെ ഒരു നൈറ്റ് ചപ്പാത്തി ഉണ്ടാക്കണം. അവിടെ അനീഷ് ചപ്പാത്തി മാവ് കുഴക്കുന്നു. അക്ബർ പോയിട്ട് ഇന്നലെ ഉണ്ടാക്കിയ അന്നുണ്ടാക്കിയ ചപ്പാത്തിയൊക്കെ ഒട്ടിപ്പിടിച്ചു അത്ര. അപ്പോൾ അതേപോലെ മാവിൽ കുറച്ച് വെള്ളം ജാസ്തി ഒഴിക്കേണ്ട അനീഷേട്ടാ, കുറച്ച് കമ്മിയായിട്ട് വെള്ളം ഒഴിക്കൂ, ഡ്രൈ ആയി കുഴച്ചാലേ നമുക്കത് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കുള്ളൂ എന്നുള്ള രീതിക്ക് പറഞ്ഞതാണ്. അക്ബർ നോർമലായിട്ട് തന്നെയാണ് പറഞ്ഞത്, വലിയ വഴക്കുണ്ടാക്കുക ഒന്നും ചെയ്തില്ല, സമാധാനത്തിൽ പറഞ്ഞു. അന്വേഷണം കൂടി ദേഷ്യം വന്നു, ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയില്ല, എന്താ തെറ്റ്, എന്താ അവിടെ കുറവ് എന്നുള്ള രീതിക്ക് ചോദിക്കുന്നു. അന്നുണ്ടാക്കിയപ്പോൾ അടിയിലൊക്കെ ഒട്ടിപ്പിടിച്ചോളൂ. അപ്പം അനുമോളോട് ചോദിച്ചു, അനുമോളെ അന്നുണ്ടാക്കിയ ചപ്പാത്തിയിൽ ഇത് ഇല്ലേ ചോദിച്ചപ്പോൾ അനുമോൾ പറഞ്ഞു, ലാസ്റ്റത്തേക്ക് ഒരു 3-4 കുറേ എണ്ണമൊക്കെ ഒട്ടിപ്പിടിച്ചു അത്ര, പരത്തി വെക്കുന്നതിൽ ഒട്ടിപ്പിടിച്ചു. അപ്പം വെള്ളം കൂടിയിട്ടാണല്ലോ ഒട്ടിപ്പിടിക്കുന്നത്, അതുകൊണ്ട് വെള്ളം കൂടാതെ നോക്കണേന്നാണ് നമ്മളെ പറഞ്ഞത്. അത് അവിടെ വന്നിട്ട് എന്തായി പറഞ്ഞാൽ അനീഷിനും കൂടി ദേഷ്യം വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമായിട്ട് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പം അനീഷ് പറയുന്ന അക്ബറോട്, നിൻ്റെ ഫാമിലി വന്നോടും നിനക്കത്ര കുറച്ച് വായി കൂടുന്നുണ്ട് എന്നുള്ള രീതിക്കൊക്കെ പറയുന്നു. ഫാമിലി വന്നിട്ട് മര്യാദയ്ക്കാണ് പറഞ്ഞത് അക്ബർ. പക്ഷെ അനീഷിന് എന്താ പറ്റിയെന്ന് അറിയില്ല. അനീഷിനെ കുറ്റം പറഞ്ഞത് അനീഷിനെ പറ്റിയില്ല, ദേഷ്യം കൂടെ വന്നു. കുറ്റമായിട്ടല്ല പറഞ്ഞത്, മാവ് നോർമലായിട്ട് മനുഷ്യൻ പറയില്ലേ, ഒരു മാവ് കുഴയ്ക്കുമ്പോൾ കുറച്ച് വെള്ളം കൂടിയല്ലോ, അന്ന് കമ്മിയാക്കുക എന്നുള്ളതേ പറഞ്ഞുള്ളൂ. അത് അനീഷിനെ അവിടെ പിടിച്ചില്ല. അക്ബറിൻ്റെ വീട്ടുകാർ വന്നുകൊണ്ടാണ് അത്ര അക്ബറിന് കുറച്ച് കൂടിയിരിക്കണം എന്നുള്ള രീതിക്ക് അനീഷ് പറയുന്നു. അപ്പോൾ അനീഷിൻ്റെ വീട്ടുകാർ അവിടെ വന്നില്ലേ. പിന്നെ ബിന്നി പറയണു, എല്ലാവരും ഒരു ടീമായിട്ട് ചെയ്യുന്ന സമയത്ത് എന്താ ഇങ്ങനെ പറയണത്, എന്തെങ്കിലും ഒരു ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് ഇതിങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നുള്ള രീതിക്ക് എല്ലാവരും പറയില്ലേ, എന്താ നിങ്ങൾ ഇങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ബിന്നി അവിടെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ സ്പൈക്കുട്ടൻ വന്നിട്ട് നേരെ നെവിൻ്റെ റൂമിലേക്കാണ് പോയത്. നെവിൻ്റെ റൂമിൽ പോയപ്പോൾ നെവിൻ പിന്നെ ഇങ്ങനെ തിന്നുകൊണ്ടേ ഇരിക്കുമല്ലോ. അവിടെ വന്നിട്ട് എന്താ പറയുക, ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു, ഊറുകായിനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു. അവിടെ വന്നിട്ട് അതിന് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ലേറ്റിട്ട് കാണിക്കുമല്ലോ. പിന്നെ ഊറുകായിൻ്റെ ഒക്കെ എടുത്തു. പിന്നെ അങ്ങനെ വരുന്നു, ഫ്രിഡ്ജിലേക്ക് വരുന്നു. ഫ്രിഡ്ജിൽ വന്നിട്ട് ഫ്രിഡ്ജിൻ്റെ ബൗളിൽ എന്തോന്ന് കലക്കി വെച്ചിട്ടുണ്ട്, മാവെന്തോ കലക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ലക്ഷ്മി പറയുന്നു, ഞാൻ ആ മാവിനെ ഉണ്ടാക്കും എന്നുള്ള രീതിക്ക് പറയുന്നു. അപ്പം തന്നെ ആ മാവ് എടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പം തന്നെ ഇനി ഫ്രിഡ്ജിൽ വെക്കണ്ട, പെട്ടെന്ന് എടുത്ത് നമ്മളത് ഉണ്ടാക്കാം എന്നുള്ള രീതിക്ക് പറയുന്നു. ഇതൊക്കെയായിരുന്നു ഇന്നലത്തെ എപ്പിസോഡ്. എല്ലാവരും മറക്കാതെ ജയാസ് ലൈഫ് സ്റ്റൈൽ ചാനൽ കാണുക, ലൈക്ക് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നാളെ കാണാം. ബൈ.